എല്ലാവർക്കും നമസ്കാരം. കോട്ടയം ഏറ്റുമാനൂർ മരണപ്പെട്ടു പോയ ജിസ്മോളും രണ്ട് മക്കൾ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഭർത്താവ് എന്ന് പറയുന്ന നാറിയായ ജിമ്മിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവനെ വെളിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാർ തല്ലി തീർക്കുമെന്നാണ് ഞാൻ അവിടങ്ങളിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അടിച്ച് നൂത്തുകളെ എന്നുള്ള കാര്യം കൺഫേം ആയിരുന്നു. എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് അവനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ന്യൂസ് കേൾക്കാൻ ഇടയായി. സന്തോഷമാണ്. ജാമ്യമില്ലാ വകുപ്പിലാണ് അവനെ അകത്താക്കിയതെങ്കിൽ വളരെയധികം സന്തോഷം. ഇതുപോലത്തെ പരനാറികളെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ പൂട്ടണം. ഷൈനി മരണപ്പെട്ട സമയത്ത് ഈ പറയുന്ന ഷൈനിയുടെ ഹസ്ബൻഡായിട്ടുള്ള നോബി അറസ്റ്റ് ചെയ്ത സമയത്ത് യവൻ പുറത്തിറങ്ങിയായിരുന്നു. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയായിരുന്നു. മിതമായ തെളിവുകളോ കാര്യങ്ങളോ ഇല്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ജാമ്യങ്ങളും വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. പക്ഷെ ഇവിടെ ജിമ്മിയുടെ കേസിൽ ഇവനെ നല്ലപോലെ പൂട്ടിയിട്ടുണ്ട്. ഇനി ഇവൻ ഏത് രീതിയിൽ ജാമ്യം എടുത്ത് പുറത്തിറങ്ങുന്നൊന്നും അറിയത്തില്ല. പുറത്തിറങ്ങിയ നാട്ടുകാരെങ്കിലും ഒന്ന് തീർത്ത് പെരുമാറണേ എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഇവനെ ജിമ്മിയെ മാത്രം അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ പോരാ, ജിമ്മിയുടെ അപ്പനെയും മാത്രം അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ പോരാ. ഇവിടെ നാത്തൂനായ ഒരു വൃത്തികെട്ടവളുണ്ട്, അതുപോലെ അമ്മായിയമ്മ തള്ളയുണ്ട്. ഇതിനെല്ലാം പിടിച്ചകത്തിട്ട് ചോദ്യം ചെയ്യണം. അല്ലാതെ ഓരോന്നിനെയും മാത്രം ഇങ്ങനെ പിടിച്ചിരുത്തിക്കൊണ്ട് കണകണെന്ന് അടിക്കുന്നതിൽ കാര്യമില്ല. ഒരെണ്ണത്തിനെ പോലും വിടാതെ എല്ലാത്തിനെയും പിടിച്ചകത്തിടണം. നാത്തൂൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സ്ത്രീ കളിയിലുണ്ട്. ആ സാധനത്തിനെയും കൂടി പിടിച്ചകത്താക്കണം. അവൾക്ക് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയിട്ട് അവള് കാണിച്ചിട്ടുള്ള കുത്തിക്കഴപ്പിനെ അവളെയും പിടിച്ചകത്തിടണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതേ അഭിപ്രായമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. കോട്ടയം നേരിക്കാട് മക്കളുമായി യുവതി ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്താവിനെയും ഭർത്തൃപിതാവിനെയും പോലീസ് ചോദ്യം ചെയ്യുന്നു. തേരിക്കാട് സ്വദേശി ജിമ്മി, പിതാവ് തോമസ് എന്നിവരെയാണ് ചോദ്യം ചെയ്യുന്നത്. മരിച്ച ജിസ്മോളുടെ കുടുംബത്തിന്റെ പരാതിയിലാണ് അന്വേഷണം. ജോസി ബാബു കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, ജിസ്മോളുടെ കുടുംബം വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ജിമ്മിക്കും കുടുംബത്തിനുമെതിരെ ആരോപിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് ഇവരിൽ നിന്ന് ചോദിച്ചറിയുന്നത്? അമൃത, ഇന്നലെ കോട്ടയത്തെത്തിയ മുഖ്യമന്ത്രിക്ക് ജിസ്മോളുടെ പിതാവും കുടുംബാംഗങ്ങളും നേരിട്ട് പരാതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ധൃതി പിടിച്ചുള്ള പോലീസ് നടപടിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. പോലീസ് 1 മണിക്കൂറായി ഇപ്പോൾ ജിസ്മോളുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയെയും ജിസ്മോളുടെ ഭർത്താവിന്റെ പിതാവ് തോമസിനെയും ചോദ്യം ചെയ്യുകയാണ്. ഇവിടെ ജിസ്മോളുടെ കേസിൽ ജിസ്മോളുടെ അപ്പനും സഹോദരനെങ്കിലൊക്കെ ഉണ്ട്. മകളെ നീ അടികൊണ്ടാലും കുഴപ്പമില്ല, അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോയെന്ന് പറഞ്ഞെങ്കിലും അവർ കേസുമായിട്ട് കൂടെ പോകാനെങ്കിലും അവരുണ്ടെന്നെങ്കിലും പറയാം. എന്നാൽ ഷൈനിയുടെ കേസിൽ അങ്ങനെയല്ല. തിരിഞ്ഞു നോക്കാൻ സ്വന്തം അപ്പനും അമ്മയും ആരുമില്ല. ഒരു പട്ടിയില്ലാത്തൊരവസ്ഥയെന്ന് ഷൈനിയുടെ കേസിൽ അത് നമുക്ക് വ്യക്തമായിരുന്നു. ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നെങ്കിലും പറയാം. പിന്നെ ഷൈനിയുടെ കേസിൽ നമുക്ക് കൺഫേം ആണ് സ്വയം ജീവൻ ഒടുക്കിയതാണെന്ന്. പക്ഷെ ഈ കേസിൽ അങ്ങനെ അല്ല. ഇതൊരിക്കലും സ്വയം ജീവൻ ഒടുക്കിയതായിട്ട് നമുക്ക് എഴുത്തള്ളാൻ പറ്റുന്ന കേസല്ല. ഇത് എവിടെയോ വച്ച് തീർത്ത് കൊണ്ട് അവിടെ ഇട്ടതായിട്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ വേലക്കാരി സ്ത്രീയുടെ കേസിലോട്ട് വേലക്കാരി വന്ന് അവിടെ വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞത് പോലീസിന് അറിവുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള ഒരു സാധനം വരുന്നുണ്ട്. പിന്നാലെ വരും. എന്തായാലും അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു റൂമറും കേൾക്കുന്നുണ്ട്. അറിയത്തില്ല അതിന്റെ സത്യാവസ്ഥ. എന്തായാലും വരും ദിവസങ്ങളിൽ അതും അറിയാൻ സാധിക്കും. ഇതിന്റെ ഇടയിൽ ഏതെങ്കിലും പോലീസുകാർക്കും ഇവരെ സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുണ്ടോ, കൈയുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. എന്തായാലും ബാക്കി ഈ ചില വിവരങ്ങൾ ഇവരിൽ നിന്നും തേടേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അറസ്റ്റ് കസ്റ്റഡിയുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിട്ടില്ല. നേരെ മറിച്ച് ഈ നേരത്തെ ഉണ്ടായിരുന്ന ശാസ്ത്രീയ പരിശോധന, പ്രത്യേകിച്ച് മൊബൈൽ ഫോണിന്റെ അടക്കം ശാസ്ത്രീയ പരിശോധനാ ഫലവും അതോടൊപ്പം നേരത്തെ ഉണ്ടായ മൊഴികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലേക്കുള്ള നടപടികൾ വിശദമായ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ തീരുമാനിക്കൂവെന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏറ്റുമാനൂർ SHO AS അൻസലിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 15-നായിരുന്നു ജിസ്മോളും പിഞ്ചുമക്കളും പുഴയിൽ ചാടി ജീവനൊടുക്കിയത്. ഭർത്തൃ വീട്ടിൽ നിരന്തരമായ മാനസിക പീഡനവും അതോടൊപ്പം തന്നെ ചില കുറ്റപ്പെടുത്തലുകളും ഉണ്ടായി. ഇതേ തുടർന്നാണ് ഇവർ ജീവനൊടുക്കിയതെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. ഇത് സംബന്ധിച്ച് നേരത്തെ പക്ഷെ ഇവിടെ ഇപ്പോഴും പറയുന്നത് സ്വയം ജീവനൊടുക്കി എന്നുള്ളൊരു സാധനമാണ് പറയുന്നത്. എനിക്ക് ആ കേസിലാണ് യോജിപ്പില്ലാത്ത. അതിന്റെ റീസൺ നമുക്ക് പലവട്ടമായിട്ട് നമ്മൾ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഇത്രയും CCTV ഉള്ള ഏരിയയിൽ എങ്ങനെയാണ് CCTVയെ വെട്ടിച്ചിട്ട് സ്കൂട്ടി ഓടിച്ച് മാനത്തോടി പറന്നു പോയോ എന്നുള്ളൊരു ചോദ്യവും കൂടി ഞാൻ ചോദിച്ചുകൊണ്ടാണ് അന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത്. അന്നല്ല ഇപ്പോഴും ഞാൻ ആ വീഡിയോ ചെയ്യുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ വെട്ടിച്ച് ആ കൊച്ചിനെ എടുത്ത് വണ്ടിയിൽ വെച്ച് കൈ ഉയർത്തിട്ട് പോയതെന്നാണ് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്. എനിക്കത് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഇത് വേറെ എവിടെ വെച്ചിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതിനുശേഷം അവിടെ കൊണ്ട് എറിഞ്ഞതാണെന്നുള്ളൊരു തോന്നലാണ് നമുക്ക് ഇന്നും തോന്നുന്നത്. എന്തായാലും ഇനിയെങ്കിലും പോലീസ് ഒന്ന് തക്കതായ രീതിയിൽ അന്വേഷിക്കട്ടെ. ഇവന്റെയൊക്കെ പണത്തിന്റെ കുന്തളിപ്പം അങ്ങനെയൊക്കെ പിടിപാടും വെച്ചുകൊണ്ട് അവിടെ ഇരിക്കട്ടെ. ഇവനെയൊക്കെ പുറത്ത് വിടരുത്. തക്കതായ രീതിയിൽ പൂട്ടി ആടപടലം തേച്ചൊട്ടിക്കണം. ഒറ്റ ഒരുത്തനെ വെറുതെ വിടരുത്. ഒറ്റ ഒരു നാറികളെ. നാത്തൂനുണ്ട് ഒരുത്തി, അവളെ പിടിക്കണം. അവളാണ് ലോക കള്ളി.
അവളെ നാത്തും റോൾ എടുത്ത് അവള് മറ്റേ കുന്തളിപ്പ് പരിപാടി കാണിച്ച് വെച്ചിരിക്കുന്നത്. അവളെയൊക്കെ പിടിച്ച് അകത്തിടണം. എന്തിനാ അവളെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി കേരളീയ ന്യൂസിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കൊടുക്കാം. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേരളീയ ന്യൂസ് അതുപോലെ ഹാർട്ട് ഫാർമർ ഇവരൊക്കെ കട്ടക്ക് നിൽക്കുന്ന ടീംസാണ് കേട്ടോ. അവരുടെ ചാനലിലാണ് കൂടുതൽ അപ്ഡേഷൻസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നത്. എന്തായാലും കേരളീയ ന്യൂസിൽ വന്നിട്ടുള്ള ഞാനൊന്ന് കൊടുക്കാം. കേരള ന്യൂസിലേക്ക് സ്വാഗതം. കോട്ടയം ഏറ്റുമാനൂർ നീറിക്കാട് സ്വദേശിയായ ജിസ്മോളുടെ മരണം വളരെയധികം ചർച്ചാ വിഷയമായിരുന്നു. കഴിഞ്ഞ ദിവസം ആക്ഷൻ കൗൺസിലിൻ്റെ വലിയ മീറ്റിംഗ് നടന്നിരുന്നു, ജാഥ നടന്നിരുന്നു. അതേപോലെ തന്നെ പിതാവ് നേരിട്ട് മുഖ്യമന്ത്രിയെ കാണുകയും പരാതി കൊടുക്കുകയും ചെയ്തിരുന്നു. 2 ദിവസം മുന്നേ ഇവിടെ ഈ മാർച്ച് സെറ്റപ്പ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇവർക്കെതിരെ പ്രതിഷേധമായിട്ട് അവിടുത്തെ നാട്ടുകാർ, ജനങ്ങൾ, ഒരുപാട് സ്ത്രീകൾ അടക്കം രംഗത്തിറങ്ങി മാർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് സ്ത്രീകൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോട്ടയം ഏറ്റുമാനൂർ അല്ലെങ്കിൽ കോട്ടയം ഭാഗങ്ങളിൽ സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാണ്. എന്നെ മറ്റൊരു സ്ത്രീ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. അതായത് ജിസ്മോളുടെ അല്ല, അവരുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. കുറച്ച് ദിവസത്തിനുള്ളിൽ അവരൊരു വീഡിയോ ചെയ്തു തരും അവരുടെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിൽ അവരെനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. നമുക്ക് മാക്സിമം അവരെയും സപ്പോർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഒരു സ്ത്രീയും കൂടി സഫർ ചെയ്യുന്നുണ്ട് കോട്ടയം ഏറ്റുമാനൂർ ആ ഒരു കോട്ടയം ഭാഗത്ത് നിന്നുകൊണ്ട്. അതുകൊണ്ട് ഈ നാറികളെല്ലാം നമ്മൾ കൂട്ടണം. കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത കുറെ നാറികളുണ്ട്. ഭർത്താക്കന്മാരെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവന്മാർ, ഭർത്താക്കന്മാരും ഭർത്താക്കന്മാരുടെ സഹോദരങ്ങളും ഒക്കെ ആയിട്ട് കാണിച്ചു കൂട്ടുന്ന പല ഇടപാടുകളും പുറത്തു വരാനുണ്ട്. പല വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഈ ഏറ്റുമാനൂർ ഭാഗത്ത് ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നുണ്ട്. പുറം ലോകം അറിയാതെ പള്ളിയുടെ ഇടയിലും കൂടിയൊക്കെ പലതും നടക്കുന്നുണ്ട്. എല്ലാം വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ. എന്തായാലും ബാക്കിയായിട്ട് നോക്കാം. ഫലമായി ഇപ്പോ ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയെയും ഭർത്തൃപിതാവിനെയും പോലീസ് സ്റ്റേഷനിലേക്ക്, ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഉടനെ അറസ്റ്റ് നടക്കും എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും ഫോറൻസിക്കിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഫോറൻസിക്കിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടി ഗാർഹിക പീഡനം നടന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇതിപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടല്ലോ. നമുക്കൊക്കെ നേരത്തെ അറിയായിരുന്നു നല്ല ഒന്നാം തരം പീഡനമാണ് നടന്നതെന്ന്. അതുപോലെ അവൻ നാറിയിരുന്ന് കരഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ ബോഡിയുടെ അടുത്തിരുന്നു അവനാ കാലകാര്യം എനിക്ക് സത്യം എനിക്ക് പൊരിഞ്ഞു കയറി. അവന്റെ ആഭിനയം, കള്ളക്കരച്ചിൽ, പരനാറി, അവൻ ആ തള്ളച്ചിയും കൂടി കിടന്ന് കരഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇതിനൊക്കെ എന്ത് ചെയ്താൽ ചിലവാകുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നാട്ടുകാർ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു ആ സ്പോട്ടിൽ തന്നെ. ഇതിനെയൊക്കെ പുറത്ത് നല്ല ഒത്തൊരുങ്ങി വലിയ നന്മകളെ പോലെ നടക്കും. വീട്ടിൻ്റെ അകത്ത് കെട്ടിയ പെണ്ണിനെ കൊണ്ടിട്ട് ചെയ്യുന്ന പരിപാടികൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനെയും കൂടി വാരി പിഴിയാൻ തോന്നും പരനാറികൾ. ഇതുപോലത്തെ നാറികൾ കാരണമാണ് ഇവിടെ ഓരോ സ്ത്രീകളും ഇതുപോലെ ജീവൻ ഒടുക്കി തീർക്കുന്നത്. അല്ലെങ്കിൽ ഇവനൊക്കെ തല്ലിക്കൊല്ലും. ഇതിലേതെങ്കിലും സംഭവിക്കും. അതുകൊണ്ട് തന്നെയാണ് അവരെ മൊഴിയെടുക്കാനായിട്ട് വിളിച്ചത്. അവിടുത്തെ ഏറ്റുമാനൂർ SHOയുമായി ഞങ്ങൾ പല പ്രാവശ്യം ബന്ധപ്പെട്ടിരുന്നു. അപ്പോഴൊക്കെ കൃത്യമായ തെളിവില്ലാതെ ഒരാളെ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പെട്ടെന്ന് ജാമ്യത്തിൽ ഇറങ്ങി പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കാത്തത് എന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം ഷൈനിയുടെ കേസിൽ സംഭവിച്ചത് ഉടൻ തന്നെ കേട്ടപാടെ തന്നെ ഷൈനിയുടെ ഭർത്താവ് നോബിയെ കസ്റ്റഡിയിലെടുക്കുകയും അദ്ദേഹത്തിന് നമുക്ക് ഫോറൻസിക് സംബന്ധമായുള്ള തെളിവുകളോ അല്ലെങ്കിൽ ഫോണിൽ നിന്നുള്ള തെളിവുകളോ എത്തുന്നതിന് മുമ്പ് തന്നെ കോടതിയിൽ ജാമ്യത്തിന് അപേക്ഷിക്കുകയും വ്യക്തമായ തെളിവുകൾ നൽകാൻ കഴിയാതെ നോബി രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അത് അങ്ങനെയാണെങ്കിൽ ന്യായമാണ്, ഓക്കെയാണ്. വ്യക്തമായ തെളിവുകൾ ഇല്ലെന്നുള്ള രീതിയിൽ ആ നാറി ജാമ്യം എടുത്തോണ്ട് പോയി. ഇവനെങ്കിലും പിടിച്ച് പൂട്ടണം. ആ നാറിയെ നാട്ടുകാരെങ്കിലും ഒന്ന് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. ഒരു മനസമാധാനം കിട്ടുമായിരുന്നു കേട്ടോ. അവൻ വേറൊരുത്തായി നാറി 2 മക്കളെയും തീർത്ത് ഭാര്യയും തീർത്ത് അവൻ സുഖമായിട്ട് ജീവിക്കണം. അവന്റെ വേറൊരു സഹോദരൻ ഒരു പള്ളിയിലച്ഛൻ പാതിരി അവരാതി. അവനെയൊക്കെയാണ് എല്ലാത്തിനെയും കൂടി എടുത്തിട്ട് പിഴിഞ്ഞ് ജ്യൂസ് അടിച്ച് കുടിക്കേണ്ടത്. സത്യം അങ്ങനെ കുറെ അപരാധികളുണ്ട് ഈ കോട്ടയം ഏറ്റുമാനൂർ ഭാഗത്ത്. പള്ളിയുടെ കീഴിൽ ഇതുപോലെ ഒരുപാട് പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. പള്ളിയിലച്ഛനും അങ്ങനെ ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും പുറം ലോകം അറിയുന്നില്ല, പുറത്ത് വരുന്നില്ല. അതാണ് അതിന്റെ വാസ്തവം. പല വൃത്തികെട്ട പരിപാടികളും നടക്കുന്നുണ്ട്. എല്ലാം വരും ദിവസങ്ങളിൽ വരട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും തെളിവ് സഹിതം അറിയാമെങ്കിൽ ഇതൊക്കെ മീഡിയക്കോ ന്യൂസിനോ നമ്മളെ പോലെയുള്ള ആർക്കെങ്കിലും ഒക്കെ കൈമാറി ഇതൊക്കെ എക്സ്പോസ് ചെയ്യണം. ഒരുത്തനെ വെറുതെ വിടല്ലേ. അതുപോലെ സ്ത്രീകളെ നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പ്രതികരിക്കണം. ഈ സ്വയം ജീവൻ എടുക്കാനോ അല്ലെങ്കിൽ ഇവനൊക്കെ തല്ലിക്കൊല്ലുന്നവരെ വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് ഇതൊക്കെ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന അത്രയും പെട്ടെന്ന് എക്സ്പോസ് ചെയ്യുക. ഇവനെ പോലുള്ള നാറികളെ സമൂഹത്തിന്റെ മുന്നിൽ വലിച്ചു കീറുക. നിങ്ങൾ അപ്പം ഒരു കാര്യം പറയും, കുടുംബ പ്രശ്നം കുടുംബത്തിൽ തീർക്കണം, സോഷ്യൽ മീഡിയയിൽ കൊണ്ട് പറയരുതെന്ന്. അത് ഞാൻ ഈ ബ്ലോഗേഴ്സിന്റെ അടുത്താണ് പറയുന്നത്. അങ്ങനെ എനിക്ക് 1-2 കമന്റ്സ് വന്നിട്ടുണ്ടെന്ന്. ബ്ലോഗേഴ്സിന്റെ അടുത്താണ് ഞാൻ ആ കാര്യം പറയുന്നത്. കുടുംബത്തിൽ അടങ്ങുന്ന പ്രശ്നങ്ങൾ കുടുംബത്തിൽ തീർക്കുക, ചുമ്മാ അടി ക്രിയേറ്റ് ചെയ്ത് നാട്ടുകാരായിരിക്കണ ചീത്തവിളിയും ഊക്ക് മാഞ്ചു കൂട്ടരുതെന്ന് പറയുന്നത്. പക്ഷേ അല്ലാണ്ട് സ്ത്രീകൾ സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മീഡിയയ്ക്ക് മുന്നിൽ വരിക തന്നെ ചെയ്യണം. നിങ്ങൾക്ക് ഒരു നിക്കക്കളിയില്ല. ജീവിക്കാൻ മുന്നോട്ട് പറ്റുന്നില്ലെങ്കിൽ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് സത്യം തുറന്ന് പറയുക തന്നെ ചെയ്യണം. അതിന്റെ പേരിൽ എങ്കിലും നിങ്ങൾക്ക് ചിലപ്പം മുന്നോട്ട് ജീവിക്കാൻ പറ്റിയേക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ബാക്കി അതേപോലെയുള്ള അവസ്ഥ ഇതിൽ സംഭവിക്കരുത് എന്ന്
കൃത്യമായി ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് SI അതിനുവേണ്ടി അമാന്തം കാണിച്ചത്. അതിന് വളരെയധികം പരാതികൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് പുറത്തു വന്നിരുന്നു, ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിരുന്നു. അതിൽ അദ്ദേഹം ഈ കുടുംബങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുടുംബങ്ങളിലെ കലഹം ഒഴിവാക്കുന്നതിനായിട്ട് 100-ലധികം പുസ്തകങ്ങളിൽ നിരന്തരം പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളുടെ പരാതികൾ കേട്ടുകൊണ്ട് അവരുടെ ഭർത്താക്കന്മാർ രാത്രി 8 മണിക്ക് വീട്ടിൽ അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. അങ്ങനെ ധാരാളം 100ഓളം പുസ്തകങ്ങൾ ബുക്കുകൾ അവർക്ക് വേണ്ടി സൂക്ഷിച്ചിരുന്നു. ഓരോരുത്തരുടെയും ബുക്കിൽ ദിവസവും അവർ ഒപ്പിടണമായിരുന്നു. ആ ഒരു സെറ്റപ്പ് നമ്മൾ ഈ വിഷയം തുടങ്ങിയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഏറ്റുമാനൂർ SHOയുടെ മേശപ്പുറത്ത് 300ഓളം ബുക്ക് അടുക്കി വെച്ചിട്ടുള്ളൂ. അപ്പം 300ഓളം ആൾക്കാർ അവിടെ പ്രശ്നക്കാരാണെന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഭാര്യമാര് അത്രയും ക്രൂര പീഡനങ്ങൾ ഇതുപോലത്തെ നാറികളിൽ നിന്നും അനുഭവിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ മിക്കവാറും ഇന്ന് വേറൊരു എക്സ്ക്ലൂസീവ് സാധനം വരാനുണ്ട്. ഈ ജിസ്മോൾ കേസുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ ഇന്ന് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ 2 ദിവസത്തിനകത്ത് വരും. അതായത് CCTVയുടെ ഒരു ക്ലാരിഫിക്കേഷൻ സാധനമുണ്ട്. CCTVയിൽ പതിയാതെ സ്കൂട്ടി ഓടിച്ചു പോയെന്ന് പറയുന്ന ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മിക്കവാറും എക്സ്പോസ് ആവാനുണ്ട്. നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. അതുപോലെ ഈ ജിസ്മോളിനെ പോലെയോ ഷൈനിയെ പോലെയൊക്കെ വീടുകളിൽ ക്രൂര പീഡനങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരിക. ഒരു നാറിയും പേടിക്കേണ്ട കാര്യമില്ല. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.